കാന്താര നമ്മളെപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവസാനത്തെ പാട്ടാണ്. ആ പാട്ട് കണ്ടപ്പോ എന്റെ രോമാഞ്ചാസ് നമ്മള് തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ഒരു അവസ്ഥ, കയ്യടിയോടെ കിടിലം പടമായിട്ട് നമ്മളെ അംഗീകരിച്ചിരിക്കുന്ന കിടിലം പടം. നാഷണൽ അവാർഡല്ല, ഇതിനേക്കാൾ മേലൊരു അവാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജ്വി ഷെട്ടിക്ക് തന്നെ കൊടുക്കണം. താങ്ക് യു. നല്ല പടമാണ്, കിടിലം പടം, കിടിലം പടം. താങ്ക് യു. കോമഡി സീൻസ് ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. എനിക്കിത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടും തോന്നി, നല്ലായിരുന്നു. അടിപൊളി, VFX ഒക്കെ നല്ലായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും നോക്കിയിട്ടില്ല, വിഷ്വൽ ട്രീറ്റ്മെന്റ് ബജറ്റ് നോക്കിയിട്ടില്ല, അതുപോലെ മുടക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ലടൂ, ഒരു വിഷ്വൽ ട്രീറ്റ് കേട്ടോ. ഒരു ഇതിനകത്ത് ഇത് ഒന്നും വെക്കരുത്, എന്താ ഒരു OTT കാണാൻ നിൽക്കരുത്. ഇത് ഒരു മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച് പടമാണ്. തിയേറ്ററിൽ തന്നെ കണ്ടാലേ ഇതിന്റെ എന്താന്നുള്ള അനുഭവം കിട്ടുള്ളൂ കേട്ടോ. കിടിലൻ ജയറാം ഇൻട്രോയിൽ നമ്മൾ എന്തിനാന്ന് ഓർത്തോ, പഴയ സ്ഥിരം പോലെ ചെറിയ റോളാണ് ചെയ്യുന്ന ഓർത്തോ. പക്ഷെ അതല്ല, ജയറാം ഇൻട്രോയിൽ കഴിഞ്ഞ് വേറെ ലെവലാവാണ്. കിടിലം പടം. ഇൻട്രോയിൽ കഴിഞ്ഞ് വിഷ്വൽ ട്രീറ്റ് ആണ് കാണുന്നത്. നമ്മളൊരു ബഡ്ജറ്റ് നോക്കാതെ പടം എടുത്തിരിക്കുന്നു കേട്ടോ. കിടിലം പടം, അടിപൊളി. എല്ലാം കൊണ്ടോ കിടിലായിട്ടുണ്ട്. പുള്ളി ആദ്യത്തെ ഒരു 100 ഇരട്ടി ഒരു എഫോർട്ട് എടുത്തിട്ടുണ്ട് ഇതിന് കേട്ടോ. കിടിലം പടം. ഇത് അതിന് മേലെ അല്ല, അതൊരു ചെറിയൊരു പടമായിട്ട് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഇത് അന്യ വിഷയം, അടിപൊളി. One of the best movies of Indian cinema, making wise, VFX wise, ശിവയുടെ ആക്ടിങ്. എനിക്ക് കന്നഡയ്ക്ക് മുമ്പ് ഓസ്കാറില്ല, നാഷണൽ അവാർഡ് കിട്ടിയെന്ന് എനിക്കറിയില്ല കണ്ട ആക്ടേഴ്സ്. പക്ഷെ ഈ ഒരു പെർഫോമൻസ് ഹീസ് ട്രൂലി ഡിസേർവിംഗ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഐ ഹാവ് സീൻ. ത്രൂ ഔട്ട് ദ മൂവി അടിപൊളിയാണ്, സൂപ്പർബാണ്. ഈ വാക്കുകൾ ഞാൻ ജയറാമേട്ടന് കൊടുത്ത റോള്, ഇങ്ങനെയാണ് റോൾ എടുക്കാൻ പുറത്തുപോയ ലൈക്ക് പുറത്തെ സിനിമയിലെ ലൈക്ക് നമ്മുടെ ആക്ടേഴ്സിന് ജയറാമേട്ടന് കിട്ടുന്ന റോളാണ് എല്ലാം തീരുന്നതാണ്. ആൻഡ് VFX അടിപൊളിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് ഇന്ത്യൻ സിനിമ. ഋഷഭ് ഷെട്ടിക്ക് സത്യമുള്ള ഗൂസ്ബംസ്. വിശ്വാസ സിനിമയാണ്. ഇതെല്ലാം സമൂഹത്തിനും വന്ന് കാണുക. ഇവിടുത്തെ നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും വിശ്വാസങ്ങൾ എന്താണെന്നുള്ള തികഞ്ഞ ഒരു സിനിമയാണ്. ഋഷഭ് ഷെട്ടി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണ ദയവ് ചെയ്ത് എല്ലാ റിവ്യൂവർമാരുടെ ഞാൻ പറയണ ദയവ് ചെയ്ത് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത്. ഞാൻ പറയണം, അശ്വന്ത് ഭോഗനെ എടുത്ത് പറയുന്ന കാല് പിടിച്ച് പറയാണ്, ഈ സിനിമ നശിപ്പിക്കരുത്. ഇത്ര നല്ല വിശ്വാസമുള്ള സിനിമയാണ്, ഒരു കാരണവശാലും നശിപ്പിക്കരുത്. ഇത് ഹിറ്റാണ്. ഇദ്ദേഹത്തിന് ഋഷഭ് ഷെട്ടിയെ രാജമൗലിയെ പോലുള്ള ഡയറക്ടർമാരെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിലും സാധനങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. എല്ലാ വിശ്വാസ സമൂഹത്തിലുള്ള ആൾക്കാരും വന്ന് സിനിമ കാണുക. ഈ സിനിമയെ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യരുത്, ദയവ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഡെഫിനറ്റ്ലി വണ്ണിനെക്കാട്ടി കൂടുതൽ അടിപൊളിയായിട്ടുണ്ട്, കാണാൻ ഭയങ്കര രസമുണ്ട്. ഇവൻ വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ടൊരു പടമാണ്. ഇവൻ മ്യൂസിക് ആയാലും എല്ലാം ഭയങ്കര, ചില സീൻസ് ഭയങ്കര ഗൂസ്ബംസ് വന്നിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ എല്ലാവരുടെ കയ്യടിയൊക്കെ സൂപ്പറായിരുന്നു. ഡെഫിനറ്റ്ലി ട്രെയിലറിൽ കണ്ടതല്ല, അതിലും മേളിലുള്ള ഒരു പടമാണ്. അടിപൊളി വെച്ചാൽ അടിപൊളി, എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ട പടം. ചില കഴിവുള്ളവർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി പറ്റുമല്ലോ. പക്ഷെ ഇത് അടിപൊളി പടമാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. എസ്പെഷ്യലി ഞാൻ പറയുന്നത് ജയറാമേട്ടന്റെ ഒക്കെ അഭിനയം വേറെ ലെവല്. അതുപോലെ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ പടത്തിൽ ഫീമെയിൽ ഇത്രയും ആക്ടേഴ്സിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പടം എന്ന് വെക്കുമ്പോൾ അതും അടിപൊളി. സൂപ്പർ. താങ്ക് യു.